മൂന്നാർ കയ്യേറ്റമൊഴിപ്പിക്കൽ തുടരുമെന്ന് റവന്യൂ മന്ത്രിയും സിപിഐ സംസ്ഥാന സെക്രട്ടറിയും. പാപ്പാത്തിച്ചോലയിൽ വീണ്ടും കുരിശ് സ്ഥാപിച്ച സ്പിരിറ്റ് ഇൻ ജീസസ് പ്രവർത്തകർ അറസ്റ്റിൽ. സബ് കലക്ടർക്ക് മന്ത്രി എം മണിയുടെ ശകാരം. ശ്രീറാം RSSന്റെ കുഴലൂത്തുകാരൻ. പൊതുസ്ഥലങ്ങളും റോഡുകളും കയ്യേറി മതസ്ഥാപനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ നിർമ്മാണങ്ങൾ ഒഴിപ്പിക്കണം എന്ന സുപ്രീം കോടതി ഉത്തരവ് ഇതുവരെ നടപ്പായിട്ടില്ല. മതങ്ങളുടെ പേരിൽ അമ്പലങ്ങളും മോസ്കുകളും പള്ളികളും ഗുരുദ്വാരകളും സ്ഥാപിക്കുന്നതും നേതാക്കന്മാരുടെ പ്രതിമകൾ സ്ഥാപിക്കുന്നതും നീക്കണം എന്ന 2013 സുപ്രീം കോടതി ഉത്തരവാണ് കേരളം ഉൾപ്പെടെ ഇതുവരെ നടപ്പാക്കാത്തത്. പുതിയ നിർമ്മാണങ്ങൾ അനുവദിക്കരുതെന്നും പഴയവ പൊളിച്ചു നീക്കാൻ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നും ആയിരുന്നു ആ ഉത്തരവ്. ജനങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള പൊതുസ്ഥലങ്ങളോ റോഡുകളോ കയ്യേറി മതസ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകരുതെന്നായിരുന്നു 2013 ജസ്റ്റിസുമാരായ RL ലോധയും SJ മുഖോപാധ്യായും ഉത്തരവിട്ടത്. നിലവിലുള്ള നിർമ്മാണങ്ങൾ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടാക്കാതെ പൊളിച്ചു നീക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരവിൽ പറഞ്ഞു. ഇക്കാര്യത്തിൽ കർശനമായ നടപടിയെടുക്കാൻ സുപ്രീം കോടതി 2009 സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകുകയും ഇതിൻ്റെ ലിസ്റ്റ് പ്രത്യേകമായി സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. 2011 ഇത് സംബന്ധിച്ച് വിശദമായ വാദം കേൾക്കുകയും ഏത് മതത്തിൻ്റെ പേരിലുള്ള കയ്യേറ്റമായാലും റോഡ് വക്കിലുള്ള കയ്യേറ്റങ്ങൾ കർശനമായി ഒഴിപ്പിക്കുകയും അവ പൊളിച്ചു കളയുകയും ചെയ്യണം എന്ന് സുപ്രീം കോടതി അസന്നിഗ്ധമായി വ്യക്തമാക്കുകയും ചെയ്തു. കേരളത്തിൽ മാത്രം പൊതുസ്ഥലം കയ്യേറി ഇത്തരം 901 നിർമ്മാണങ്ങൾ നിലവിലുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി അറിയിച്ചിരുന്നു. ഇതിൽ 3 മാത്രമാണ് പൊളിച്ചു മാറ്റിയത്. 2009 ഇടക്കാല ഉത്തരവിൽ തന്നെ സുപ്രീം കോടതി നിർമ്മാണങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ടിരുന്നു. കേരളം ഇതിൻ്റെ കാര്യത്തിൽ നടപടി എടുത്തിട്ടില്ല എന്നാൽ ഏതാണ്ട് 900-ലധികം കയ്യേറ്റങ്ങളാണ് പാതയോരങ്ങളിൽ കേരളത്തിൽ 2012 കണക്ക് പ്രകാരം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇന്ന് അതിൽ എത്രയോ കൂടുതലായിരിക്കാനാണ് സാധ്യത. 1000-ലധികം വരുന്ന ഈ പാതയോര കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് കേന്ദ്ര സർക്കാരിനെയോ സുപ്രീം കോടതിയെയോ അറിയിക്കുന്നില്ലാത്ത പക്ഷം കേരള ചീഫ് സെക്രട്ടറി കോടതി അലക്ഷ്യ നടപടികളും മറ്റ് നിയമ നടപടികളും നേരിടാൻ സാധ്യതയുണ്ട്. ദേശീയപാതയിലെ നെയ്യാറ്റിക്കര ട്രാഫിക് ഐലൻഡിൽ മുൻ മന്ത്രി N സുന്ദരൻ നാടാരുടെ പ്രതിമ സ്ഥാപിക്കാൻ സംസ്ഥാന സർക്കാർ അനുമതി നൽകിയതിനെതിരെ തിരുവനന്തപുരം സ്വദേശി KR പ്രദീപ് കുമാറാണ് ഹർജി നൽകിയത്. സുപ്രീം കോടതി ഉത്തരവ് നിലവിൽ വന്ന് 4 വർഷമായിട്ടും അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റാൻ സർക്കാരുകളോ തദ്ദേശഭരണ സ്ഥാപനങ്ങളോ നടപടി സ്വീകരിച്ചിട്ടില്ല. മീഡിയ 1 കൊച്ചി. മൂന്നാറിൽ കയ്യേറ്റമൊഴിപ്പിക്കലിന്റെ ഭാഗമായി കുരിശ് തകർത്തതിനെ ചൊല്ലിയുള്ള വിവാദം കേരളത്തിൽ ചൂടുപിടിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരളത്തിലെ പൊതു ഇടങ്ങളിൽ ചെറുകിട കയ്യേറ്റങ്ങളായി മാറുന്ന ആരാധനാലയങ്ങളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കുന്നതിൽ കാണിക്കുന്ന കാലതാമസത്തെ സ്പെഷ്യൽ എഡിഷൻ അന്വേഷിക്കുന്നതും പരിശോധിക്കുന്നതും. ചെറുകിട കയ്യേറ്റങ്ങൾ ഏത് നിലയ്ക്കാണ് ഈ സർക്കാർ കാണുന്നത്? പൊതുനിരത്തുകൾ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ആരാധനാലയങ്ങളുടെ നിർമ്മാണത്തെ എങ്ങനെയാണ് ഈ സർക്കാർ കൈകാര്യം ചെയ്യാൻ പോകുന്നത്? എന്തുകൊണ്ട് ഈ കാലതാമസം എന്നാണ് സ്പെഷ്യൽ എഡിഷൻ ഇന്ന് പരിശോധിക്കുന്നത്. അതിന് മുൻപായി സബ് കളക്ടർക്കെതിരെ അതിരൂക്ഷമായ വിമർശനവുമായി ഇന്ന് മന്ത്രി M മണി മൂന്നാർ വിഷയത്തിൽ രംഗത്തെത്തിയിട്ടുണ്ട്. അയോധ്യയിൽ പള്ളി പൊളിച്ചതുപോലെയാണ് കുരിശ് നീക്കം ചെയ്തത് എന്നാണ് മന്ത്രി M മണിയുടെ പരാമർശം. ദേവികുളം സബ് കളക്ടറെ ഊളംപാറയ്ക്ക് വിടണമെന്നും സബ് കളക്ടർ RSSന് വേണ്ടി പണിയെടുക്കുകയാണെന്നും M മണി ഇന്ന് ഇടുക്കിയിൽ പറഞ്ഞു. ഇവിടെ കുരിശ്, പള്ളി, അമ്പലം, കുരിശ് പള്ളികള്, ശൂലം, ഇല്ലേ, മുസ്ലിം ദേവാലയം, ഇതൊക്കെ ഇരിക്കുന്നത് പട്ടയില്ലാത്ത ഭൂമിയിലാ പലയിടത്തും ഈ ജില്ലയിൽ. അതെല്ലാം പൊളിക്കാൻ ഒരു സബ് കളക്ടർ എന്ന് പറയുന്ന ഒരു കോമ്പൻ ഇറങ്ങി തിരിച്ചാൽ അവന് തലയ്ക്ക് സുഖമില്ല. ഊളംപാറയ്ക്ക് അയക്കണമെന്നാണ് എന്റെ അഭിപ്രായം. ഊളംപാറയ്ക്ക്, മനസ്സിലായില്ലേ? അല്ലാതെ നേരെ ഇവന് പോവില്ല. അവനങ്ങ് ഇറങ്ങുകയല്ലേ. ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്ന് സ്പെഷ്യൽ എഡിഷനിൽ എന്നോടൊപ്പം ഉള്ളത് സ്കൂൾ ഓഫ് ഭഗവത്ഗീതയുടെ ഡയറക്ടർ സ്വാമി സന്ദീപാനന്ദഗിരി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു തിരുവനന്തപുരത്ത് നിന്നും. സിറോ മലബാർ സഭയുടെ മുൻ വക്താവും പ്രതിനിധിയുമായ ഫാദർ പോൾ തേലക്കാട്ട് കൊച്ചിയിൽ, കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് AA ഷുക്കൂർ ആലപ്പുഴയിൽ, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ കൊച്ചിയിൽ, ശ്രീ MN കാരശ്ശേരിയെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. സ്വാമി സന്ദീപാനന്ദഗിരി, ഈ ചർച്ച തുടങ്ങി വയ്ക്കാൻ ഏറ്റവും പരിഭാഗമായ ഒരു സാമൂഹിക പശ്ചാത്തലം ഇപ്പോഴുണ്ടായിത്തീർന്നിട്ടുണ്ട്. അതിന് ഏറ്റവും ഒടുവിലെ സംഭവ വികാസങ്ങളുടെ നൽകുന്ന സൂചനയാണ് ഇപ്പോൾ M മണിയുടെ പ്രതികരണം നമ്മൾ കണ്ടത്.
മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി കുരിശ് നീക്കം ചെയ്യപ്പെട്ടപ്പോൾ കേരളത്തിലെ വിവാദങ്ങളാകെ ചർച്ചകളാകെ കേന്ദ്രീകരിക്കപ്പെട്ടത് ഒരു മതവിഭാഗത്തെ ഒന്നാകെ അലോസരപ്പെടുത്തുന്ന വൈകാരികമായി അലോസരപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ നടപടി തെറ്റായിപ്പോയി എന്ന നിലയ്ക്കായിരുന്നു. കേരളത്തിലെ പൊതുസ്ഥലങ്ങൾ കവർന്നുകൊണ്ട് വഴിയോരങ്ങളും പുറംപോക്കുകളും കയ്യേറി ഏതാണ്ട് 1000-ത്തിലധികം ആരാധനാലയങ്ങൾ, ഏതാണ്ട് 777 എന്ന കണക്ക്, അതിനപ്പുറമായി വളർന്നിട്ടുണ്ടാകും ഇപ്പോഴത് ആരാധനാലയങ്ങളുണ്ട്. ഈ ആരാധനാലയങ്ങളെല്ലാം പൊളിച്ചു നീക്കി പൊതു ഇടങ്ങൾ സ്വതന്ത്രമാക്കണം വികസനത്തിന് വേണ്ടി എന്ന സുപ്രീം കോടതിയുടെ വിധി നിലനിൽക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ കാര്യമായി എന്തെങ്കിലും ചെയ്തതായി കാണുന്നില്ല. ശ്രീ സന്ദീപാനന്ദഗിരി, ക്ഷേത്രങ്ങളടക്കം ഉള്ള ആരാധനാലയങ്ങളുണ്ട് പലയിടങ്ങളിലും പൊതുനിരത്തിൻ്റെ നടുക്കും അരികിലുമായി. ഈ ആരാധനാലയങ്ങൾ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും ഗുരുദ്വാരകളായാലും ഇത് പൊളിച്ചു നീക്കി പൊതു ഇടങ്ങളെ സ്വതന്ത്രമാക്കണം എന്ന കാഴ്ചപ്പാടിന് പിന്തുണയുണ്ടോ താങ്കളുടെ? തീർച്ചയായിട്ടും സുപ്രീം കോടതി വിധിയെ അന്ന് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് വന്ന സമയത്ത് തന്നെ അതിനെ നമ്മൾ അങ്ങേയറ്റം സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. ഈ വിധി ഗവൺമെൻറ് നടപ്പാക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നിയമ നടപടിക്ക് പോകാൻ സുപ്രീം കോടതിക്ക് വകുപ്പുമുണ്ട്, നിയമവുമുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ ഇപ്പം നടന്ന ഈ കുരിശ് മാറ്റൽ വിവാദത്തിൽ നമ്മൾ ഈ ക്രിസ്തുമതത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സഭാ അധ്യക്ഷന്മാരൊക്കെ അതിനെ പ്രശംസിച്ചിട്ടേ ഉള്ളൂ. ആരും തന്നെ അതിനെതിരായിട്ട് സംസാരിച്ചിട്ടില്ല. ആകെ അവർ പറഞ്ഞത് അത് മാറ്റുന്ന രീതി അങ്ങനെ ജനങ്ങളിൽ വിഷമമുണ്ടാക്കുന്ന വിധത്തിൽ അങ്ങനെ കാണിക്കേണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. കാരണം ഒരു സഭയും അത് ഏറ്റെടുത്തിട്ടില്ല. ഞങ്ങളാണ് അത് പ്രതിഷ്ഠ നടത്തിയതെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ആരാധിച്ചു പോരുന്നതാണ് എന്നോ പറഞ്ഞിട്ടില്ല. ഇതുപോലെ എല്ലാ മതങ്ങളും ഇത്തരം വഴിയോരങ്ങളിലൊക്കെയുള്ള ഈ ആരാധനാലയങ്ങളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് മതങ്ങളൊക്കെ തന്നെ, മതം എപ്പോഴും മാതൃകയായിരിക്കണമല്ലോ. മതം മനുഷ്യനെ പഠിപ്പിക്കുന്നത് തന്നെ എന്താണ്? സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം എന്ന മര്യാദയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മതം ഇവിടെ ആവിർഭൂതമായത് തന്നെ. ആ മതം മര്യാദയില്ലാതെ ജീവിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുക, അല്ലെങ്കിൽ മതം തന്നെ അതിന് അതായിത്തീരുകയും ചെയ്യുകയാണെങ്കിൽ സമൂഹം എങ്ങനെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്? അപ്പോൾ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് മതം, അതേത് മതമാണെങ്കിലും. അപ്പോൾ ആ മതം ഇതൊരവസരമായി കണ്ടിട്ട് മേലിൽ ഇത്തരം ആവർത്തനങ്ങൾ ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് ഈ പൊളിച്ചു മാറ്റലൊക്കെ അതിൻ്റെ രീതിയിൽ തന്നെ യാതൊരു വിധത്തിലുള്ള, അത് ഒരുപാട് ഇതുണ്ട്, രാഷ്ട്രീയ നേതാക്കന്മാരുടെ സ്തൂപങ്ങളുണ്ട്, ഇതേപോലെ കൊടികളുണ്ട്, പലതുമുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. ഈ തിരുവനന്തപുരത്ത് ഒരുപാട് ഈ അടുത്ത കാലത്തായിട്ട് വന്നിട്ടുള്ള പുതിയ ആരാധനാ കേന്ദ്രങ്ങൾ റോഡ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ഇപ്പോൾ അവിടെ എന്താ പറയുക, ഉത്സവങ്ങൾ നടത്തുന്നു, സദ്യകൾ നടത്തുന്നു, ഇങ്ങനെ പലതും എല്ലാ മതങ്ങളും ഇത് ചെയ്യുന്നു. അത് കോടതിയുടെ കോടതിയുടെ മുൻപത്തെ വിധിയെയാണല്ലോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത് നടപ്പാക്കേണ്ടതാണ് എന്നുള്ള കോടതി വിധിയോട് പൂർണ്ണമായി അംഗീകരിക്കുന്ന ഒരാളാണ് നമ്മൾ. ഫാദർ പോൾ തേലേക്കാട്, നിരവധി വിദേശ യാത്രകൾ നടത്തിയിട്ടുള്ള വ്യക്തിയായിരിക്കുമല്ലോ താങ്കൾ. ഫാദർ പോൾ തേലേക്കാട്, ഇന്ത്യയിൽ നിന്ന് പുറത്തുപോയി പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിലും മറ്റും പോകുമ്പോൾ എങ്ങനെയാണ് അവിടുത്തെ പൊതു ഇടങ്ങളും പൊതുജനങ്ങൾ ഇടപഴകുന്ന സ്ഥലങ്ങളും അവരുടെ സ്വകാര്യതയും അവരുടെ ഇടപെടലുകളും പൊതുവികസനവുമൊക്കെ എത്ര ഭംഗിയായി എത്ര വൃത്തിയായി അത് കൊണ്ട് നടക്കുന്നുവെന്നും അതിനെങ്ങനെ അത് നടപ്പാക്കാൻ നിൽക്കുന്ന ഭരണ സംവിധാനത്തോട് അവിടുത്തെ പൊതുസമൂഹം അതിനോട് എങ്ങനെ അതിനെ പിന്തുണച്ച് കൂടെ നിൽക്കുന്നു എന്നുമൊക്കെയുള്ള അനുഭവം താങ്കൾക്കുണ്ടാകും. ഫാദർ പോൾ തേലേക്കാട്, നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി മറിച്ചാണ്. ഇവിടെ ഒരു ദുഃഖവെള്ളി ദിനത്തെ പ്രാർത്ഥന ആയാലും, ഞാൻ പറയുന്നത് ഘോഷയാത്രയായാലും, അതല്ലെങ്കിൽ നബിദിനത്തിനായാലും ശ്രീകൃഷ്ണ ജയന്തിക്കായാലും ഒക്കെ റോഡിൽ കാണുന്ന നീണ്ട ഈ തരത്തിലുള്ള ഘോഷയാത്രകൾ, ഉത്സവങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഘോഷയാത്രകൾ, അതോടൊപ്പം തന്നെ നിരത്തുകൾക്ക് തടസ്സം നിന്നുകൊണ്ട് നിൽക്കുന്ന ആരാധനാലയങ്ങൾ, കുരിശുപള്ളികൾ, അമ്പലങ്ങൾ, പള്ളികൾ, ഇങ്ങനെ നമ്മുടെ പൊതുവികസനത്തെ തടസ്സപ്പെടുത്തുന്നതിന് ഈ പറയുന്ന ചെറുകിട കയ്യേറ്റങ്ങൾ നടത്തിക്കൊണ്ട് മതവികാരത്തെ അതിന് മറയാക്കി തീർക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട്, കേരളത്തിലുണ്ട്.
അത് ഇത്തരം കാര്യങ്ങളോട് എന്താണ് സഭയുടെ നിലപാട്? ഇത്തരം ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കി ഇതിനെ സ്വതന്ത്രമാക്കണമെന്ന കാഴ്ചപ്പാട് ശ്രീ സന്ദീപാനന്ദഗിരിക്ക് ഉള്ളതുപോലെ താങ്കൾക്കുമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞതാണ്, പള്ളി പൊളിക്കുന്നതിന് കുരിശ് പൊളിക്കുന്നതിനെ കുറിച്ചുള്ള വിവാദം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ്, ഈ കുരിശിനെ ആദരിക്കുന്നവരല്ല പൊതുസ്ഥലത്ത് കൊണ്ടുപോയി വെച്ചത്, നാട്ടിയത്. ആ നാട്ടിയവരുടെ ലക്ഷ്യം അതിനെ ആദരണീയമായ കുരിശ് ആ അടയാളം എന്തർത്ഥമാക്കുന്നുവോ അത് ഉൾക്കൊള്ളുകയും അത് ത്യാഗത്തിൻ്റെയും മറ്റുള്ളവനെ പരിഗണിക്കുന്നതിൻ്റെയും ഒക്കെ യേശുവിൻ്റെ ബലിയുടെയൊക്കെ മരണത്തിൻ്റെയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചതിൻ്റെയൊക്കെ അടയാളമാണ്. ആ അടയാളത്തെ ഒരു പൊതുസ്ഥലത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ അത് എന്തിനു വേണ്ടി ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആദരണീയമായ ഒരു കാര്യവും അവിടെ നടന്നില്ല. കയ്യേറ്റത്തിന് വേണ്ടിയാണ്, വസ്തു സ്വന്തമാക്കാനാണ്, അങ്ങനെ ആധിപത്യം ഉണ്ടാക്കാനാണ്. ആ വിധത്തിലുള്ള കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ, ഭാരതത്തിൽ എല്ലാ സ്ഥലത്തും വളരുന്നു എന്നുള്ള ആശങ്ക ഇന്നലെ തന്നെ ഞാൻ പ്രകടിപ്പിച്ചതാണ്. ഒരു കുരിശിൻ്റെ കാര്യം മാത്രമല്ല, ഇതെല്ലാവർക്കും കാണിക്കുന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എല്ലാ മതക്കാരും, ഞാനടക്കമുള്ള എല്ലാവരും ഇതിനെക്കുറിച്ച് ഒരു ഗൗരവബോധത്തോടെ ആത്മപരിശോധന ചെയ്യേണ്ട കാര്യമാണ്. പൊതുസ്ഥലത്ത് ആളുകൾ മറ്റുള്ളവർക്കൊക്കെ അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഒരു മതത്തിൻ്റെ ചിഹ്നമോ മതത്തിൻ്റെ സ്ഥാപനമോ ഉണ്ടാക്കുമ്പോൾ അതുണ്ടാക്കുന്ന വികാരം അതിൻ്റെ ആദരവല്ല, അത് അടക്കി ഭരിക്കാനും സ്വന്തമാക്കാനും ആധിപത്യം ഉണ്ടാക്കാനുമുള്ള രാഷ്ട്രീയ അധികാരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മതവും മതചിഹ്നങ്ങളും മാറുന്നതാണ്. അത് നമ്മുടെ ഭാരതത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ നമുക്കൊക്കെ മനസ്സിലാക്കാവുന്നതാണ്. മതങ്ങൾ അധികാരത്തിൽ കയ്യേറാനുള്ള താല്പര്യം മതങ്ങൾക്കുണ്ടാകുമ്പോൾ മതം മലിനമാകുന്നു എന്ന് പറയാതിരിക്കാൻ സ്വാമിജി ഇവിടെ സൂചിപ്പിച്ചതാണ്. മതം മലിനമാകുകയാണ്. മതത്തിൻ്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ എല്ലാ മതസ്ഥാപകർക്കും മത അധികാരികൾക്കും മതത്തിൻ്റെ പുരോഹിതരടക്കമുള്ള എല്ലാവർക്കും കടമയുണ്ട്, ബാധ്യതയുണ്ട്. മതത്തിൻ്റെ സ്ഥാപനങ്ങൾ മനുഷ്യന് വേണ്ടിയാണ്, അത് മനുഷ്യർക്ക് വേണ്ടിയുള്ള സൗകര്യമായ സ്ഥലത്ത് മാറ്റി സ്ഥാപിക്കുകയും മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടാക്കത്തക്ക വിധം, മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്തക്ക വിധം അതിനെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകുകയും മതത്തെ മലിനീകരിച്ച് അതിനെ ആധിപത്യത്തിൻ്റെയൊക്കെ അടയാളമാക്കി സ്ഥാപിച്ചെടുക്കാനുള്ള ആ താല്പര്യങ്ങളിൽ നിന്ന് പിന്മാറുകയും ചെയ്യേണ്ടത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിനും സഹവാസത്തിനും നമ്മുടെ സാമൂഹികമായ ഒത്തൊരുമയുള്ള ജീവിതത്തിനും അനിവാര്യമാണ് എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, കേരളത്തിലെ രണ്ട് വിശ്വാസ സമൂഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ആദരണീയ വ്യക്തിത്വങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിലുള്ള അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിലെ എല്ലാ മതവിശ്വാസികളെ പ്രതിനിധാനം ചെയ്യുന്ന വൈദിക സമൂഹത്തിൽപ്പെട്ടവർക്കും ഇതേ അഭിപ്രായമായിരിക്കും ഉണ്ടായിരിക്കുക. എന്നിട്ടും നമ്മുടെ പൊതുവികസനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഇവിടുത്തെ പൊതു ഇടങ്ങൾ കയ്യേറിയിട്ടുള്ള റിലീജിയസ് സ്ട്രക്ചേഴ്സ്, ഇത്തരം മത സ്ഥാപനങ്ങൾ, അതിനെ പൊളിച്ചു നീക്കാൻ വേണ്ടിയുള്ള സുപ്രീം കോടതി ഉത്തരവ് ഇതുവരെ നടപ്പാക്കപ്പെട്ടിട്ടില്ല. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ചീഫ് സെക്രട്ടറി കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടുന്ന ഘട്ടം വരെ എത്തി നിൽക്കുന്നു. ഇത്ര വലിയ പിന്തുണ കേരളീയ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുന്ന പശ്ചാത്തലം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത് ഇവിടെ തുടർന്നു കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാണ് സർക്കാർ ഇതിൽ നടപടി സ്വീകരിക്കാത്തത്? ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ല അവസരമാണ്. സുപ്രീം കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിന് കേരളം പക്വത ആർജിച്ചിരിക്കുന്നു എന്നതാണ് ഇന്നലെയും ഇന്നുമായുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ അവസരം പ്രയോജനപ്പെടുത്തി സുപ്രീം കോടതി വിധി നടപ്പാക്കുക, അതനുസരിച്ച് അനധികൃതമായ കയ്യേറ്റങ്ങൾ പൊളിച്ചു മാറ്റുക, അക്കാര്യത്തിൽ ഗവൺമെൻറ് ആവശ്യമായ നടപടി ഇപ്പോൾ സ്വീകരിക്കണം. അത് ഇപ്പോൾ സ്വീകരിച്ചില്ലെങ്കിൽ ഭവിഷ്യത്തിലുണ്ടാകും. അതിലേക്ക് ഗവൺമെൻറ് പോകരുത്. നമുക്ക് വളരെ സെൻസിറ്റീവായൊരു കാര്യമാണ് മതങ്ങൾ, മതസ്ഥാപനങ്ങൾ. അത് അധികൃതമായാലും അനധികൃതമായാലും അവയിലൊക്കെ കൈവയ്ക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ ഇല്ലാതെയും കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് അതിന് കേരള സമൂഹം തയ്യാറാണ് എന്നിപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്നലെ കണ്ടതുപോലെ അനാശാസ്യമായ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന അവസ്ഥ ഒഴിവാക്കിക്കൊണ്ട് കുറെ കൂടി പക്വതയോടെ, ഉത്തരവാദിത്വബോധത്തോടെ, സംയമനത്തോടെ, നിയമവിധേയമായി സുപ്രീം കോടതി വിധി അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് തെളിഞ്ഞിരിക്കുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകണം. അത് ഉണ്ടാകുന്നില്ലെങ്കിൽ അനാവശ്യമായി കേരള സർക്കാരും ചീഫ് സെക്രട്ടറിയും കോടതി അലക്ഷ്യ നടപടികൾക്ക് വിശദീകരണം നൽകേണ്ടി വരും.
ശ്രീ ഷുക്കൂർ, നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് ഒന്നും തന്നെ നിങ്ങൾ ചെയ്തിട്ടില്ല. 2006 ഉണ്ടായിരുന്ന സുപ്രീം കോടതി വിധി 2013 കുറെ കൂടി കർക്കശമായ ഭാഷയിൽ ആവർത്തിക്കുകയും ഇനി ഇതിന്മേൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു, പൊതു ഇടങ്ങളിലെ ഈ പറയുന്ന മതസ്ഥാപനങ്ങളുടെ കയ്യേറ്റങ്ങൾ, അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിമരങ്ങളും മറ്റും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നാട്ടിയിട്ടുള്ള പ്രതിമകൾ, ഇതൊക്കെ തന്നെ യഥാവിധി നീക്കം ചെയ്തു എന്ന് കോടതിയെ അറിയിക്കണം എന്ന നിർദ്ദേശം കർശനമായി വന്നപ്പോൾ നിങ്ങളുടെ സർക്കാരും കേരളത്തിൽ ഭരണത്തിലുണ്ടായിരുന്നു. നിങ്ങളൊന്നും ചെയ്തില്ല. എന്തുകൊണ്ട്? ഇവിടെ ബഹുമാന്യനായ സ്വാമിജിയും റൗണ്ട് ഫാദർ പോൾ തേലക്കാടും ഏറ്റവും ഒടുവിൽ സെബാസ്റ്റ്യൻ പോൾ അവർകളും പറഞ്ഞതിനോട് പൂർണ്ണമായി യോജിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ നടന്നിട്ടില്ല. സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കേണ്ടത് ഇന്നിപ്പോൾ നല്ലൊരു അവസരമാണ്. കാരണം ഇത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഘട്ടമാണ് നമ്മൾ പിന്നിട്ടത്. പലപ്പോഴും മതവികാരങ്ങളെ ഗുണപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അത് മുതലാക്കി മാറ്റി അത്തരത്തിൽ മതസമൂഹങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇതെല്ലാം നിലനിർത്താൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇപ്പോൾ മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും അവിടെ കയ്യേറ്റങ്ങളെ പൂർണ്ണമായി ഒഴിപ്പിക്കേണ്ട നിലപാടിനോട് കേരളീയ സമൂഹം യോജിക്കുന്ന ഒരു ഘട്ടത്തിൽ തന്നെ സുപ്രീം കോടതിയുടെ വിധി പൂർണ്ണമായും നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പുനരാലോചന കേരളത്തിൽ വേണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നു നിൽക്കുകയാണ്. ഇതൊരു നല്ല സന്ദർഭമാണ്. എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ തേടി അവരെ കൊണ്ട് പറയിച്ച് സമ്മതിപ്പിച്ച് അതോടൊപ്പം തന്നെ സാമുദായികമായ ഓരോ സമൂഹങ്ങളും അതിൻ്റെ വ്യത്യസ്തമായ നിലപാടുകൾ മാറ്റി നാടിന് ഉപകരിക്കുന്ന സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം. അങ്ങനെ പലപ്പോഴും പല സന്ദർഭങ്ങളിൽ നമ്മുടെ നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ പല അത്തരത്തിലുള്ള പോസിറ്റീവായ നിലപാടുകൾ എടുത്ത മതസമൂഹങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളത് അത് വലിയ മാതൃകാപരമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ചില ഘട്ടങ്ങളിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ചിലത് ചെയ്തിട്ടുണ്ട്. പക്ഷേ മൊത്തത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കേരളം ചെന്നെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മൂന്നാറിന്റെ കാര്യം എടുക്കാം. മൂന്നാറിൽ അനധികൃതമായ കയ്യേറ്റ ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട കുരിശ് ഒരു മതചിഹ്നമാണ്, അത് ദൈവിക സ്വഭാവമുള്ളതാണ്. അതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ അത് നീക്കം ചെയ്ത രീതിയെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഈ കാര്യങ്ങളെ നീക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിൽ കളിക്കുന്നുണ്ട്. അതിൽ ഇത്തവണ UDF അതേ അഭിപ്രായം തന്നെ പറഞ്ഞു. ഇത് നീക്കിയ രീതി ശരിയായില്ല എന്ന അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. വളരെ വലിയ ഒരു കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടിയുടെ ഭാഗമായി ചെയ്തൊരു പ്രവൃത്തിയെ ഇങ്ങേയറ്റം വൈകാരികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെതിരെ ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കുന്ന സ്വഭാവത്തിലേക്ക് ഇതെല്ലാം മാറി. ഇനി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ തരത്തിൽ പൊതു ഇടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ചെറിയ തോതിലുള്ള കയ്യേറ്റമായി പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഈ ആരാധനാലയങ്ങളെ തൊട്ടുകളിച്ചാൽ അവിടെയും ഈ പറയുന്ന വിശ്വാസികളുടെ പേരിൽ, അവരുടെ വിശ്വാസ വികാരങ്ങളുടെ പേരിൽ, ഞാൻ താങ്കളെന്ന് പറയുന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതാത് സമയങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും മറുഭാഗത്തിരിക്കുമ്പോഴും നിങ്ങൾ മാറി മാറി പ്രതിരോധം തീർക്കാൻ എത്തില്ലേ? ഈ വിശ്വാസ സമൂഹത്തെ പ്രതിനിധീകരിക്കുന്നവർ ഇതിനെ അനുകൂലിക്കുമ്പോഴും ഈ വികാരത്തെ ദുരുപയോഗം ചെയ്യുകയും അതിനെ മറയാക്കുകയല്ലേ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുക? അങ്ങനെയല്ല ഗോപികൃഷ്ണ. ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യം പറയാം. മെനഞ്ഞാന്ന് ഈ സംഭവം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഒരു കുരിശ് എന്ന നിലയിൽ അത് എടുത്തു മാറ്റിയതിനോട് കേരളീയ സമൂഹം എല്ലാം യോജിച്ചു. പക്ഷേ നമ്മുടെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാർ ഉൾപ്പെടെ ചില സൂചനകൾ നൽകി. മറ്റൊന്നുമല്ല, ഇത് ഇത്രയും തരത്തിലേക്ക് വേണ്ടായിരുന്നു, വേറെ ചില മാർഗങ്ങളുണ്ടായിരുന്നു, മാറ്റേണ്ടത് തന്നെയാണ്. എന്നാൽ അതിലെ പ്രകടമായ ചില മുതലെടുപ്പ് നടത്താൻ പറ്റുന്ന അവസരമുണ്ടാക്കി കൊടുത്തു.
എന്ന് പറഞ്ഞു. അത് പറഞ്ഞ വ്യക്തിത്വങ്ങൾ ആദരിക്കപ്പെടുന്ന വ്യക്തികളാണ് അത് നമ്മുടെ സമൂഹത്തിൽ പറഞ്ഞത്, ആദ്യം പറയുന്നത്. അപ്പോൾ കേരളീയ സമൂഹത്തിൽ അത്തരത്തിൽ അല്ലാതെ ചിന്തിച്ചിരുന്ന ആ മനസ്സുകൾക്ക് ചില ഇത്രയും പ്രകടമായി ഇങ്ങനെ ചെയ്യണമായിരുന്നോ, ഇത് ചെയ്യുന്നതിന് മുമ്പ് വേറെ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന സംശയം വന്നു. അവിടെയാണ് കുഴപ്പങ്ങൾ ഉണ്ടായത്. അല്ലാതെ ഈ വസ്തു ഇത് ഏതായാലും ഒരു ആരാധനാലയത്തിന് മുന്നിലുള്ള വിശുദ്ധ വസ്തു അല്ല. ഇത് കയ്യേറ്റപ്പെടുന്ന ഭൂമിയിലെ അതും കയ്യേറ്റക്കാരനെ കുറിച്ചുള്ള സ്വഭാവവും അവരെ കുറിച്ചുള്ള വ്യക്തമായ ചിത്രവും ജനമനസ്സുകളിലെത്തി. എങ്കിലും ഇത്തരത്തിലുള്ളൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് എല്ലാവരും ഇതൊരു ഭാഗികമായി പറഞ്ഞത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. സാമൂഹിക നിരീക്ഷകൻ അഷ്റഫ് കടക്കൽ കൂടി നമ്മളോടൊപ്പം ടെലിഫോണിലുണ്ട്. അഷ്റഫ്, ഞാൻ ദയവായി താങ്കൾ അല്പനേരം കൂടി ടെലിഫോണിൽ തുടരും. ഞാൻ താങ്കളിലേക്ക് വരുന്നതിന് തൊട്ട് മുൻപ് ഫാദർ പോൾ തേലക്കാട്, താങ്കൾ തന്നെ ഇന്നലെ പറഞ്ഞത് അനാദരണീയമായ സ്ഥലത്ത് നിൽക്കുന്ന കുരിശാണെങ്കിൽ പോലും അത് നീക്കം ചെയ്യപ്പെടേണ്ടതാണ്, അതിന് വിശുദ്ധിയില്ല എന്ന്. വിശുദ്ധിയില്ലാത്ത ഒരു മതചിഹ്നമായാണ് അനാദരണീയം എന്ന് താങ്കൾ തന്നെ വിശേഷിപ്പിച്ച ആ കയ്യേറ്റ ഭൂമിയിൽ കഴിഞ്ഞ ദിവസം 2 ദിവസങ്ങൾക്ക് മുൻപ് നീക്കം ചെയ്യപ്പെട്ടത്. അതിൻ്റെ പേരിൽ വിശ്വാസികളുടെ വികാരം അസ്വസ്ഥപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പാതയോരങ്ങളിൽ നിൽക്കുന്ന ഈ അനധികൃത കെട്ടിടങ്ങളായി നിൽക്കുന്ന ഈ മതസ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുമ്പോൾ അതിലും വലിയ അസ്വസ്ഥതകൾ ഉണ്ടാകും എന്ന് പിന്നീട് ഒരിക്കൽ ചർച്ചയ്ക്ക് വരുമ്പോൾ താങ്കൾക്ക് തന്നെ പറയേണ്ടി വരില്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു ഭാഗത്ത് കയ്യേറ്റം ഒഴിപ്പിക്കൽ വേണമെന്ന് പറയുകയും മതചിഹ്നങ്ങൾ ഒഴിവാക്കപ്പെടുന്നതിൽ വൈകാരിക അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്ന് പറയുകയും ചെയ്യുമ്പോൾ ഫലത്തിൽ തടസ്സവാദമായി അത് മാറുകയല്ലേ? ഞാൻ ഇന്നലെ അവിടെ കുരിശു വെച്ചതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആ കുരിശു വെച്ചപ്പോൾ അതിൻ്റെ ലക്ഷ്യം കുരിശിനെ ആദരിക്കുന്ന ഒരു കാഴ്ചപ്പാട് അവർക്ക് തന്നെ ഉണ്ടായിരുന്നില്ല. കുരിശിനെ ഒരു ആയുധമായിട്ട് ആ കുരിശിനെ ഉപകരണമാക്കി ഒരു സ്ഥലത്തെ മേൽക്കൈ നേടാനും അതിൻ്റെ ഉടമസ്ഥ അവകാശപ്പെടാനും വേണ്ടിയുള്ള അടയാളമായിട്ട്, അവരുടെ അവകാശത്തിൻ്റെ അടയാളമായിട്ടാണ് അവിടെ വെച്ചത്. ഇതാണ് അതിനകത്തുള്ള തകരാറ്. ആ വിധത്തിലാണ് എല്ലാ സ്ഥലങ്ങളിലും ഈ വഴിയോരങ്ങളിൽ വച്ചിരിക്കുന്നത് എനിക്കറിയില്ല. തീർച്ചയായും ഈ ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ അത് വെച്ചവരുടെ ലക്ഷ്യം വികലമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്, അതിനെ ആദരണീയമല്ലാത്ത വിധത്തിൽ വെച്ചതുകൊണ്ടാണ് അത് പറിച്ചു മാറ്റുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പറയുമ്പോഴും ഇങ്ങനെയുള്ള വിശുദ്ധമായ ബിംബങ്ങൾ ആദരവോടെ മാറ്റേണ്ടതുണ്ട് എന്നുള്ള ചില സാങ്കേതിക കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല എന്ന് ഞാൻ പറയും. അത് എങ്ങനെ ചെയ്യണമെന്നുള്ള കാര്യം അവിടുത്തെ ആളുകളും ബന്ധപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് ചെയ്യുന്നതാണ് ഉത്തമമെന്ന് എനിക്കുണ്ട്. പക്ഷേ ഇന്നലെ നടന്ന കാര്യം അത് അവിടെ ചെയ്തതാണ്, അത് ഫലിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ നമ്മുടെ പാതയോരത്തുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ സഹകരണം കൂടി നേടി അവർക്ക് വേറെ സ്ഥലത്തേക്ക് അത് മാറ്റിവെക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനൊന്നും ഒരു വൈകാരികമായ മതത്തിൻ്റെ വ്രണപ്പെട്ടു എന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. റൈറ്റ്. അഷ്റഫ് കടക്കൽ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ അഷ്റഫ് കടക്കൽ, താങ്കൾ ടെലിഫോണിലുണ്ടല്ലോ അല്ലേ? ശ്രീ അഷ്റഫ് കടക്കൽ, 2 വിശ്വാസ സമൂഹങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത സ്വാമി സന്ദീപാനന്ദഗിരിയും ഫാദർ പോൾ തേലേക്കാടും ഇങ്ങനെ ചെറുകിട കയ്യേറ്റങ്ങളായി മാറുന്ന പൊതു ഇടങ്ങളിലെ ആരാധനാലയങ്ങൾ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പൊളിച്ചു നീക്കപ്പെടേണ്ടതാണ് എന്ന ഏറ്റവും പോസിറ്റീവായ നിലപാടാണ് ഈ ചർച്ചയിൽ അവരെടുത്തിട്ടുള്ളത്. ഇത് അനായാസം പൊളിച്ചു നീക്കാൻ കഴിയുന്ന സാഹചര്യം, അതായത് വൈകാരികമായ വിശ്വാസപരമായ അതല്ലെങ്കിൽ സാമൂഹ്യ ബോധവുമായി ബന്ധപ്പെട്ട ഒരു പക്വത കേരളീയ സമൂഹത്തിനുണ്ടെന്ന് താങ്കൾ വിലയിരുത്തുമോ? ഇനി ഈ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ മൂന്നാറിലെ കുരിശ് നീക്കിയതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ, ഇതിന് സമാന സ്വഭാവത്തിലുള്ള പ്രതിരോധങ്ങൾ ഈ പറയുന്ന വിശ്വാസ വൈകാരികതയുടെ പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുക്കാൻ കഴിയുന്ന സാഹചര്യമാണോ കേരളത്തിലുള്ളത്? കേരളീയ സമൂഹത്തിന് ആ തരത്തിൽ ഉയർന്നു ചിന്തിക്കാനുള്ള കഴിവെല്ലാം ഉണ്ട്. പക്ഷേ പൊതുസമൂഹം എന്ന് പറഞ്ഞാല് പൊതുസമൂഹത്തിനിടയിലുള്ള നേതൃത്വപരമായ പങ്കുവഹിക്കുന്നവരാരാണ്? അഭിപ്രായ രൂപീകരണം നടത്തുന്നവരാരാണ്? അത് മിക്കതും നമ്മുടെ
രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ നേതൃത്വത്തിലുള്ളവരുമാണ്. ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന്റെ നേതൃത്വത്തിലുള്ളവരുടെയും താല്പര്യങ്ങൾ പല സന്ദർഭങ്ങളിലും പല നിലയ്ക്കും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. ഉദാഹരണമായിട്ട് ഈ ഒരു വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആദ്യം സഭാ നേതൃത്വവും അതുമായി ബന്ധപ്പെട്ട ആളുകളുമൊക്കെ തന്നെ പ്രതികരിച്ചതും നമ്മുടെ ഭരണാധികാരികളുടെ പ്രതികരണം വന്നതിന് ശേഷം അവരുടെ പ്രതികരണവും തമ്മിൽ താരതമ്യം ചെയ്താല് ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതായത് ഈ മതചിഹ്നങ്ങളെയും മറ്റും അധിനിവേശത്തിനും പിടിച്ചടക്കലിനും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും പ്രധാനപ്പെട്ട സഭകളോ ഏതെങ്കിലും സംഘടനകളോ ആണെന്ന് ഞാൻ പറയുന്നില്ല. മറിച്ച് ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകളുണ്ട്, ചില ആത്മീയ സംഘങ്ങൾ എന്ന പേരിൽ വരുന്നത്. അവരുടെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില മാഫിയകളും ഉണ്ട്. അത് ഏത് മതവിഭാഗത്തിന്റെ കാര്യമായാലും ശരി. പക്ഷെ ഈ വിഷയത്തിൽ ഭരണകർത്താക്കളും രാഷ്ട്രീയ നേതൃത്വവും മറ്റു തരത്തിലുള്ള താല്പര്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിന്റെ വിഷയമെന്ന അർത്ഥത്തിൽ, ജനങ്ങളുടെ വിഷയമെന്ന അർത്ഥത്തിൽ, പൊതുസ്വത്ത് കയ്യേറുന്നു എന്ന അർത്ഥത്തിൽ ഒരു കൃത്യമായ നിലപാടെടുക്കാൻ ഇവരാരും തയ്യാറാകുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുമായിട്ടുള്ള ഗൂഢമായ ബന്ധം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള പലരും, രാഷ്ട്രീയ നേതൃത്വം തന്നെയും ഭരണകർത്താക്കൾ തന്നെയും പുലർത്തുന്നത് കൊണ്ടാകാം കൃത്യമായി ഇത്തരം വിഷയങ്ങളിൽ ധീരമായ ഒരു നിലപാടെടുക്കാൻ ഇവർക്കാർക്കും കഴിയാത്തത്. ഇപ്പൊ ആത്മീയ ടൂറിസം എന്ന പേരിൽ അറിയപ്പെടുന്ന ചില സംഗതികൾ നമുക്കറിയാം. ഇപ്പോ നമ്മൾ വാഗമണിലേക്ക് ചെന്നാലും അതല്ല മറയൂരിലേക്ക് ഒരു യാത്ര നടത്തിയാലും ഒക്കെ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള ഹുണ്ടികകള്, ഇത്തരത്തിലുള്ള കുരിശിന്റെ കൃഷികള്. യഥാർത്ഥത്തിൽ ഇതൊന്നും സഭ കൊണ്ടുവച്ചതാണെന്ന് എനിക്ക് വിശ്വാസമില്ല. മറിച്ച് ചില മാഫിയകൾക്ക് കയ്യേറ്റം നടത്താനുള്ള ആയുധമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കപ്പെടുന്നു. ആ ഉപയോഗിക്കപ്പെടുന്ന വിഷയത്തിൽ യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി നിലപാടെടുക്കേണ്ടത് മതനേതൃത്വമാണ്, സഭയാണ്, ആത്മീയ രംഗത്തുള്ള യഥാർത്ഥ നേതാക്കന്മാരാണ്. അല്ലാതെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ധീരമായ ഒരു നിലപാടെടുക്കുമെന്നത് അനുഭവത്തിന്റെയോ ചരിത്രത്തിന്റെയോ വെളിച്ചത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നാടകം. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, രാമൻ ജനിച്ച മണ്ണെന്നതിൻ്റെ പേരിൽ, ഇവിടെ മുൻപ് ചരിത്രകാലം മുതൽ ഇവിടെ ഉണ്ടായിരുന്നത് പള്ളിയാണെന്നതിൻ്റെ പേരിൽ ഒരു വലിയ തർക്കവും അതിൻ്റെ ഭാഗമായി രാജ്യത്ത് ഒന്നാകെ അസ്വസ്ഥതകൾ വിതയ്ക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റേത്. അവിടെയാണ് ഇവിടെ ഇപ്പോൾ സന്ദീപാനന്ദഗിരിയും ഫാദർ പോൾ തേലേക്കാടിനെ പോലുള്ളവർ അവരുടെ ഇത്തരം ധീരമായ നിലപാടുകൾ കൊണ്ട് മാതൃകയാകുന്നത്. അതേസമയം തന്നെ ഇവിടെ അഷ്റഫ് കടക്കൽ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകൾ വലിയ മാഫിയയുടെ പിന്തുണയോടുകൂടി അവരിതെല്ലാം നടപ്പാക്കുകയും മറുഭാഗത്ത് ഇതിനെതിരെ ശക്തമായ പ്രായോഗിക നടപടികൾ സ്വീകരിക്കാൻ ഇച്ഛാശക്തിയുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അഭാവം, അതിൻ്റെ ഒരു ദുർബലത അനുഭവപ്പെടുകയും ചെയ്യുന്ന ഒരു സമൂഹം ആയി കേരളം മാറിയിട്ടുണ്ട്. ഈ പരിമിതിയെ നമുക്ക് എങ്ങനെ മറികടക്കാൻ കഴിയും? എന്താണ് അതിനുള്ള പോംവഴി? എവിടെയാണ് അതിലെ പ്രശ്നങ്ങൾ? അല്ല, പരിമിതിയെ നമ്മൾ മറികടന്നേ മതിയാകൂ. നമ്മൾ ഈ പൊതു ഇടങ്ങളിലെ കയ്യേറ്റം എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് രാഷ്ട്രീയ കയ്യേറ്റമുണ്ട്, മറ്റൊന്ന് മതപരമായ കയ്യേറ്റമുണ്ട്. ഈ രണ്ട് കയ്യേറ്റങ്ങളും ഒഴിവാക്കപ്പെടണം. രാഷ്ട്രീയമായ കയ്യേറ്റങ്ങൾ ഒഴിവാക്കുന്നതിന് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു തീരുമാനം മതി. അവർക്ക് കൂടിയാലോചിച്ച് സർക്കാരുമായി സഹകരിച്ച് അതെല്ലാം പൊളിച്ചു നീക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ മതപരമായ കയ്യേറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നേരത്തെ അഷ്റഫ് ചൂണ്ടിക്കാണിച്ചതുപോലുള്ള ഫ്രിഞ്ച് ഗ്രൂപ്പുകളുടെ അനധികൃതമായ ഗ്രൂപ്പുകൾ അതൊരു മറ മാത്രമാണ്. മറ്റ് കയ്യേറ്റക്കാർക്ക് വേണ്ടിയുള്ള ഒരു മറ മാത്രമായി, ഒരു ക്യാമഫ്ലാഷ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള കയ്യേറ്റങ്ങളുണ്ട്. അതിനിപ്പുറത്ത് വിശ്വാസികൾ, കയ്യേറ്റമായിരിക്കാം, അത് അനധികൃതമായിരിക്കാം, പക്ഷേ വിശ്വാസികൾ അവിടെ പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും ആ നേർച്ചപ്പണത്തിന് വേണ്ടി ആയിരിക്കും അതൊക്കെ നടത്തപ്പെടുന്നത്. പക്ഷേ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ അത് ധാരാളമുണ്ട്. കേരളത്തിൽ പൊതുനിരത്തുകളിൽ കുരിശാകാം, അല്ലെങ്കിൽ പ്രാർത്ഥനാലയമാകാം, കുരിശുപള്ളിയാകാം, എല്ലാ മതങ്ങൾക്കും അത് ബാധകമാണ്. അത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അവിടെ വിശ്വാസികളുടെ വികാരത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നം കൂടിയുണ്ട്. അവിടെയാണ് മതാധികാരികളുടെ കൂടി പിന്തുണയോടെ, മതസംഘടനകൾ കൂടി പിന്തുണയോടെ ഈ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത്. സൂക്ഷ്മതയോടെ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇന്നലെ ഈ അനധികൃത കുരിശ് നീക്കം ചെയ്തപ്പോൾ കിട്ടിയ പൊതു സ്വീകാര്യത അത് ഈ വ്യാപകമായി ഈ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെ വളരെ വളരെ അവധാനതയോടെ, ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുസമൂഹത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി വിധിയുടെ വെളിച്ചത്തിൽ ഗവൺമെൻറ്റിന് ഈ കാര്യങ്ങൾ സുഗമമായി പൂർത്തിയാക്കാൻ കഴിയും.
സ്വാമി സന്ദീപാനന്ദഗിരി, സംസ്ഥാനത്തെ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പ്രകടനങ്ങളോ പൊതുയോഗങ്ങളോ പാടില്ല എന്ന കേരള ഹൈക്കോടതിയുടെ വിധി നിലനിൽക്കുന്നുണ്ട്. ഇതേ കേരളത്തിൽ തന്നെയാണ് ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിലെ ശോഭയാത്രയും ദുഃഖവെള്ളിയിലെ കുരിശിൻ്റെ വഴിയും പിന്നീട് നബിദിന റാലിയുമൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഒരു പരിധിവരെയെങ്കിലും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ സമൂഹങ്ങൾ ഏതായാലും അവരുടെ മതാചാരവുമായി ബന്ധപ്പെട്ട അവരുടെ ആഘോഷങ്ങൾ തെരുവുകളിലേക്ക് അല്ലെങ്കിൽ പൊതു വഴിയോരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഒരു തരത്തിലും അതിനൊരു നിയന്ത്രണം നമ്മുടെ മുന്നിലില്ല. പല സന്ദർഭങ്ങളിലും ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ ഭരണ നേതൃത്വം ഇതിനെതിരെ നടപടിയെടുക്കുന്നതിന് തടസ്സമായി സ്വാഭാവികമായി പറയുക ഇതൊരു വലിയ വൈകാരിക വിഷയമായി വളർന്നു വരുമെന്നുള്ളതാണ്. ഇവിടെ താങ്കളെപ്പോലെ മറിച്ച് നിലപാടുള്ള ആത്മീയ നേതാക്കൾക്ക് ഒരു പങ്ക് വഹിക്കാനില്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ഇതിപ്പോൾ എന്തൊക്കെ ജനങ്ങൾ സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് എപ്പോഴും സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടിനെ കുറിച്ച് ആരും സംസാരിക്കാറില്ല. അവർക്ക് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അവരുടെ പല വിധത്തിലുള്ള സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുക. നമ്മളൊക്കെ എത്രയോ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ബ്ലോക്കിൽ പെട്ടിട്ട്. പല കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ചിട്ട് ഉദ്ദേശിച്ചെടുത്ത് ആ സമയത്തിന് എത്തിച്ചേരാൻ പറ്റാതെ ഫ്ലൈറ്റ് മിസ്സായിട്ടുള്ളത്, ട്രെയിൻ മിസ്സായിട്ടുള്ളത് ഓരോരുത്തരെ സംബന്ധിച്ച് ഓരോ വിധത്തിലാണല്ലോ ഇത്. ലോകത്തെവിടെയും കാണുന്നില്ലല്ലോ മനുഷ്യൻ്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ആരാധനയുടെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ ജനങ്ങൾ കഷ്ടപ്പെടേണ്ടി വരുന്നത്. ഈ ഇന്ത്യയിൽ മാത്രമല്ലേ ഉള്ളൂ? വേറെ എവിടെയെങ്കിലുമൊക്കെ പല സ്ഥലങ്ങളിലും മാരത്തോൺ നടക്കുന്നുണ്ട്. ഇതൊക്കെ എത്രയോ മുമ്പ് എന്താ പറയുക, നോട്ടീസ് കൊടുത്ത് ജനങ്ങളെ അറിയിച്ച് അതിന് സംവിധാനം ഉണ്ടാക്കിയതിനൊക്കെ ശേഷമാണ് ലോകത്ത് പല രാജ്യങ്ങളിലും ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ നിയമം ഇങ്ങനെയാണ് എങ്കിലും നമ്മൾ നിസ്സഹായരാണ്. നമ്മളൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ അതിന് ഒരുപാട് എന്താ പറയുക, അതിൻ്റെ മറ്റൊരു തരത്തിൽ നമ്മൾ വിക്ടിമാണ്. ഇതൊക്കെ പറയുമ്പം നമ്മളെ എതിർക്കുകയും നമ്മളെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു വലിയൊരു എന്താ പറയുക, ഭക്തരെന്ന് പറയുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട്. ഈ എന്താ പറയുക, ക്ഷേത്രങ്ങളിൽ ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണം, വെടിക്കെട്ട് പ്രയോഗം, ഇതൊന്നും ശരിയായ മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതേ അല്ല. ഇവിടെ ശരിക്കും മതം പഠിക്കുക എന്നുള്ളതല്ലല്ലോ ഇപ്പോൾ കാണിക്കുന്നത്. നമ്മൾ വെറും ആരാധനയുടെ പേരിൽ കുറേ ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടി നടത്തുന്ന കുറേ കാര്യങ്ങളാണ്. അതെല്ലാം മതവുമായിട്ട് അതിനൊരു പുലബന്ധവുമില്ല. ഈ റോട്ടിലൂടെയുള്ള ഈ പ്രയാണവും ഇതൊക്കെ തന്നെ. ഇപ്പോൾ കൃഷ്ണ ജയന്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കൃഷ്ണൻ തന്നെ ഗീതയെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജനിച്ചിട്ടില്ല എന്നുള്ളത്. എന്നെ ജനിച്ചു മനുഷ്യക്കുട്ടിയായി കാണുന്നു എന്ന് പറയുന്നതേ മൂഢന്മാരാണെന്നാണ്. അവജാനന്തി മാം മൂഢാഹ മാനുഷീം തനുമാശ്രിതാഹ പരംഭാവം അജാനന്ദഹ എന്ന. എന്നെ മനുഷ്യനെ കുട്ടിയായിട്ട് ജനിച്ചവനായി പരിഗണിക്കുന്നവരെ മൂഢന്മാരെന്നാണ്. കാരണം കൃഷ്ണനൊന്നും പറഞ്ഞിട്ടില്ല എൻ്റെ ജയന്തി റോട്ടിലൂടെ ആഘോഷിക്കണമെന്ന്. നബിദിനത്തിൻ്റെ കാര്യം പറയാൻ നമ്മളാളല്ല, ക്രിസ്തുവിൻ്റെ കാര്യം പറയാനോ. അത് ഉത്തരവാദിത്തപ്പെട്ട മതത്തിൻ്റെ ആളുകൾ പറയട്ടെ. സമൂഹത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടാണ് തങ്ങളുടെ മതത്തിൻ്റെ പരിപാടി നടത്തേണ്ടത് എന്ന് അവർക്ക് തോന്നുന്നുവെങ്കിൽ അത് പറയാൻ നമ്മളെന്തായാലും പറയുന്നു. നമ്മൾ ഈ ശാസ്ത്രം പഠിച്ച ഒരാളെന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുദേവനൊക്കെ പറയുന്ന ഒരു ആധ്യാത്മികതയുണ്ട്. അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. എൻ്റെ ഏത് ആധ്യാത്മിക ആചരണവും അപരൻ്റെ സുഖം ഞാൻ പരിഗണിക്കേണ്ടതുണ്ട്. അപരന് ദുഃഖമുണ്ടാക്കുന്ന ഒന്നും തന്നെ ഞാൻ ഏത് ഈശ്വരൻ്റെ പേരിൽ ആരാധിച്ചു കഴിഞ്ഞാലും അത് ഈശ്വരാരാധനയല്ല. അത് പറഞ്ഞ് ശ്രീനാരായണ ഗുരുദേവൻ്റെ മണ്ണാണിത്. പോൾ തേലക്കാട് അച്ഛനെയൊക്കെ നമ്മൾ അങ്ങേയറ്റം ആദരിക്കുന്ന ഒരാളാണ്. അച്ഛന് ഈ ഒരു അച്ഛൻ്റെ വേറിട്ട ഒരു ശബ്ദവുമാണ്. അത് നമുക്ക് തോന്നുന്നില്ല മുഴുവൻ സഭയും അച്ഛൻ്റെ കൂടെയാണോ എന്ന് അറിയില്ല. പക്ഷേ അച്ഛൻ്റെ ശബ്ദം എപ്പോഴും വേറിട്ടതായിട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാറുള്ളത് ഈ വിഷയത്തിൽ. ഫാദർ പോൾ തേലക്കാട്, തീർച്ചയായിട്ടും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒരു മതജീവിതം, അത് ഹിന്ദു മതമായാലും മുസ്ലിം മതമായാലും ക്രിസ്തു മതമായാലും മതത്തിനൊരു ആത്മീയതയുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന് സാമൂഹികമായ മാനവുമുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഈ പ്രാവശ്യം തന്നെ തൃശ്ശൂർ പൂരത്ത് വെടിക്കെട്ട് വേണം എന്ന് ഞാൻ തന്നെ വാദിച്ച ആളാണ്.
വെടിക്കെട്ട് വേണം, അത് ആർക്കും ദ്രോഹമില്ലാതെ അപകടമില്ലാതെ നടത്താമെന്ന വെടിക്കെട്ടായിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ പള്ളിയുടെ ഒരു പ്രദക്ഷിണമോ അല്ലെങ്കിൽ നടത്തുന്ന ഒരു 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 ജാഥയോ ഒരു യാത്രയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് മറ്റുള്ളവർക്ക് യാത്രയ്ക്ക് തടസ്സമുണ്ടാക്കാതെ, മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാതെ, അത് കാവടി ആയാലും ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളിപ്പായാലും ഉത്സവമായാലും എല്ലാം സമൂഹത്തിനകത്ത് ആഘോഷങ്ങളും അതുപോലെ തന്നെ ഉത്സവങ്ങളും ഒക്കെ ഉണ്ടാകേണ്ടതാണ്, ആവശ്യമാണ്, ഒരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. ആ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഘോഷയാത്രകളും ഒക്കെ നടത്തുമ്പോൾ അത് അപകടങ്ങളില്ലാതെയും ആളുകളുടെ ജീവൻ അപകടം പറ്റാതെയും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതെയും യാത്രികരായിട്ടുള്ളവർക്ക് വേദനയില്ലാതെ അസൗകര്യം ഉണ്ടാകുകയും നടത്താനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുക. ആ ബോധം അമ്പലത്തിനും പള്ളിക്കും മോസ്കുകൾക്കും എല്ലാവർക്കും ഉണ്ടാകണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് സിവിൽ അധികാരികളുമായി സംസാരിച്ച് യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഈ കാര്യങ്ങൾ നടത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ശ്രീ അഷ്റഫ് കടക്കൽ, താങ്കൾ ടെലിഫോണിലുണ്ടോ? അഷ്റഫ് കടക്കൽ, താങ്കൾ ടെലിഫോണിലുണ്ടോ? ശ്രീ അഷ്റഫ് കടക്കൽ, ഇവിടെ താങ്കൾ കേട്ടല്ലോ സന്ദീപാനന്ദഗിരിയും ഫാദർ പോൾ തേലക്കാടും ഒക്കെ പറഞ്ഞത്. അതായത് മതവിശ്വാസത്തിൻ്റെ പേരിലുള്ള ഈ ഘോഷയാത്രയും മറ്റു ഉത്സവങ്ങളുമൊക്കെ പൊതു ഇടങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലായിരിക്കണം നടപ്പാക്കേണ്ടത്. അതുതന്നെയാണ് കയ്യേറ്റങ്ങളുടെ കാര്യത്തിലും അവർക്കുള്ള നിലപാട്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞു ചില ഫ്രിഞ്ച് ഗ്രൂപ്പുകളും അതിന് പിന്നിലുള്ള മാഫിയയുമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതും ഇതിന് പിന്നിൽ കളിക്കുന്നതും. അപ്പോൾ അത്തരം ഫ്രിഞ്ച് ഗ്രൂപ്പുകൾക്കും മാഫിയകൾക്കും സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വവും ഭരണ നേതൃത്വവുമാണോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണോ ഈ മതചിഹ്നങ്ങളുടെ മറവിൽ ഇത്തരം കയ്യേറ്റങ്ങൾ സാധൂകരിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതും മതസ്ഥാപനങ്ങൾ പൊളിച്ചു നീക്കുന്നതിൽ അലംഭാവം കാണിക്കുന്നതും കാലതാമസം വരുത്തുന്നതും? ഈ മതം പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആത്മീയത, ആ ആത്മീയതയുടെ വിശുദ്ധി യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഈ കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ആത്മീയതയും അതിന്റെ വിശുദ്ധമായ ആ ഒരു തലവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഫാദർ പോൾ തേലക്കാടിനെ പോലെയോ അല്ലെങ്കിൽ പിന്നെ സ്വാമിജിയെ പോലെയൊക്കെ ധീരമായ അഭിപ്രായം പറയുന്ന എത്ര ആത്മീയ നേതാക്കന്മാർ നമുക്കുണ്ട്. അവർ രണ്ടുപേരും സൂചിപ്പിച്ചത് വളരെ ഗുരുതരമായ കാര്യങ്ങളല്ലേ. പക്ഷെ ഇത് ഏത് സംഘടനകളാണ് അല്ലെങ്കിൽ ഏത് ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വമാണ് ഈ വിഷയങ്ങൾ, ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഈ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറായി വരുന്നത്? അപ്പൊ ഈ മതം എന്ന് പറയുന്നത് പ്രകടനപരതയിലേക്ക് കൊണ്ടുപോകുന്നു. ഒരുതരം എക്സിബിഷനിസം. ആത്മീയത എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അതിന്റെ റിച്വലിസ്റ്റിക് തലങ്ങളും ആഘോഷങ്ങളും മാത്രം കണ്ടിട്ട് അതിന്റെ ഈ പളവളപ്പിൽ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു. അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിലെ സമ്പന്നന്മാരും ബിസിനസ്സുകാരും അവരുടെ കോർപ്പറേറ്റ് സാമ്പത്തിക രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എക്കാലത്തും ഉപയോഗിച്ചതുപോലെ അതിനേക്കാൾ കൂടുതലായി ഈ മതത്തെ ഇപ്പോൾ ഉപയോഗിക്കുന്നു. അപ്പോൾ ആത്യന്തികമായി മതത്തിന്റെ നിയന്ത്രണം എവരുടെ കൈകളിലേക്ക് പോകുന്നു? യഥാർത്ഥത്തിൽ മതത്തിന്റെ നിയന്ത്രണം ഇന്ന് ഈ ആത്മീയ നേതൃത്വത്തിന്റെ കയ്യിലല്ലല്ലോ, ആത്മീയ ഭാഷണം നടത്തുന്നവരുടെ കയ്യിലല്ലല്ലോ, മനോഹരമായ ദർശനങ്ങൾ പറഞ്ഞവരുടെ തരത്തിലേക്കില്ലല്ലോ. ഇപ്പോൾ നാരായണ ഗുരു പ്രതിനിധാനം ചെയ്യുന്ന അത്തരം ആശയങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ മനോഹരമായ ആശയങ്ങൾ ഇവിടെ നബിദിനത്തിനെ സംബന്ധിച്ച് പറഞ്ഞു. യഥാർത്ഥത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഈ നബിദിന ഘോഷയാത്രകൾ ഉണ്ടാക്കുന്നത്. ഈ നബിദിന ഘോഷയാത്രകൾ എത്ര പ്രഗത്ഭരായ മതപണ്ഡിതന്മാരാരെങ്കിലും അണിനിരക്കുന്നുണ്ടോ? അതിൽ അണിനിരക്കുന്നവരാരാണ്? അത് ഒരു തരത്തിൽ ആന്റി സോഷ്യൽ എലമെന്റ്സ് അതിനെ കയ്യിലെടുത്തു കൊണ്ടുപോകുന്നു. അവർക്ക് അവരുടേതായ മറ്റു താല്പര്യങ്ങളും ശക്തി പ്രകടനവും ഒക്കെ ആക്കി ഇത് മാറ്റുന്നു. യഥാർത്ഥത്തിൽ ഇപ്പൊ ഇസ്ലാമിന്റെ തന്നെ യഥാർത്ഥ ദർശനം നമ്മൾ പരിശോധിച്ചാല് ഒരു വഴിയാത്രക്കാരൻ വഴിയിൽ കിടക്കുന്ന ഒരു ബുദ്ധിമുട്ട് എടുത്തു മാറ്റുന്നത് നിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് നബി പഠിപ്പിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് യഥാർത്ഥ ഇസ്ലാം. അപ്പൊ മറ്റു വഴിയാത്രക്കാരന് വഴിതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഇത്തരം പ്രകടനങ്ങൾ നടത്തുമ്പോൾ എത്ര ആയിരം എത്ര ലക്ഷം ജനങ്ങൾക്കാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ആ തരത്തിൽ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്യാൻ എന്തേ ഈ മത നേതൃത്വത്തിന് കഴിയാതിരിക്കുന്നത്? വിവരവും ബോധവും വ്യക്തമായ കാഴ്ചപ്പാടുമുള്ള ഒരുപാട് പണ്ഡിതന്മാർ എല്ലാ സമൂഹത്തിലും ഉണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ നിയന്ത്രണം അവരുടെ കയ്യിലല്ല. നിയന്ത്രണം ഒന്നുകിൽ പിഴച്ച ആത്മീയതയുടെ ഭാഗമായി വന്ന ഇത്തരത്തിലുള്ള കോർപ്പറേറ്റുകളുടെ കൈകളിൽ, ബിസിനസ്സുകാരുടെ കൈകളിൽ, അല്ലെങ്കിൽ ഇതിനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിന്റെ കയ്യിൽ. ഈ രണ്ട് ഗ്രൂപ്പുകളുമാണ് ഇപ്പോൾ മതത്തിന്റെ മൊത്ത കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും. അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ഇതിൽ നിന്നൊക്കെ ഒരു മോചനം എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെയൊക്കെ പ്രതീക്ഷിക്കാം എന്നല്ല, അല്ലാതെ
ഈ കാര്യങ്ങൾ ഈ രൂപത്തിൽ മുന്നേറിക്കൊണ്ടിരുന്നാൽ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ നമ്മൾ കേട്ട സന്ദീപാനന്ദഗിരിയുടെയും പോൾ തേലക്കാടിന്റെയും ഒക്കെ ശബ്ദം അതാത് വിശ്വാസ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്ന അപൂർവമായ വേറിട്ട ശബ്ദങ്ങളാണോ? അതിൻ്റെ മറുഭാഗത്ത് നിൽക്കുന്നവരാണോ വിശ്വാസ സമൂഹത്തിൻ്റെ ഏറെ ഭാഗവും? അതുകൊണ്ടാണോ കുരിശ് നീക്കം ചെയ്ത രീതി വൈകാരിക പ്രശ്നമുണ്ടാക്കുമെന്ന് ഒരു മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരുന്നത്? അത് നമ്മൾ വേറിട്ട ശബ്ദം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊരു ന്യൂനപക്ഷമാണെന്നാണ്, ഒരു ചെറിയ അഭിപ്രായമാണെന്നാണ്, വ്യത്യസ്തമായ അഭിപ്രായമാണ്. ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം അതായിക്കൊള്ളണമെന്നില്ല. കാരണം വൈകാരികമായി പ്രതികരിക്കുന്നവരായിരിക്കാം കൂടുതൽ ആളുകൾ. അതിനപ്പുറത്തേക്ക് വൈകാരികമായ പ്രതികരണത്തിലൂടെ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പരിശ്രമിക്കുന്ന ആളുകളുമുണ്ട്. ഇവിടെ ഒരു പ്രതികരണം ഉണ്ടായത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു കുരിശ് അധികൃതർ നിയമവിധേയമായി നീക്കം ചെയ്യുന്ന ദൃശ്യങ്ങൾ, ചാനലുകൾ, മാധ്യമങ്ങൾ ഇത്ര ആഘോഷമായി കാണിക്കുന്നത് അത് വൈകാരികമായി ആ വികാരങ്ങളെ ഉണർത്തുന്നതിന് വേണ്ടി തന്നെയാണ്. അവിടെ മാധ്യമങ്ങൾ ഒരു തെറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയേണ്ടി വന്നത്. എല്ലാ കാലത്തേക്കുമായി കുറേ ദൃശ്യങ്ങൾ വരികയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ്, പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഇത് ക്രൈസ്തവരുടെ ആരാധനാ പ്രതീകമായ കുരിശ് ഇപ്രകാരം കൈകാര്യം ചെയ്തിരിക്കുന്നു. സെബാസ്റ്റ്യൻ പോൾ, താങ്കളെപ്പോലെ ഔദിത്യമുള്ള ഒരു മാധ്യമ നിരീക്ഷകനാണോ ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ തരത്തിലുള്ള ഒരു നിരീക്ഷണം നടത്തുന്നത്? മാധ്യമങ്ങളെ സംബന്ധിച്ച് മൂന്നാർ പോലെ ഒരു സ്ഥലത്തെ കയ്യേറ്റം ഒഴിപ്പിക്കൽ സ്വാഭാവികമായും അതിന്റെ വാർത്താ മൂല്യങ്ങൾ കൊണ്ട് തന്നെ അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു കൊണ്ടുവരികയല്ലേ? അതിനപ്പുറത്ത് കേരളത്തിലെ മതവികാരങ്ങളെ ഇളക്കുക എന്ന ഒരു ദുശ്ചിന്ത ഇത്തരം ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതിലൂടെ മാധ്യമങ്ങൾക്കുണ്ടെന്നാണോ താങ്കൾ പറയുന്നത്? വാർത്താ മൂല്യത്തെ അടിസ്ഥാനമാക്കി അല്ല മാധ്യമങ്ങൾ ഈ വിഷയം കൈകാര്യം ചെയ്തത്. അവർ കൈകാര്യം ചെയ്തത് ഒരു കുരിശ് ഈ രീതിയിൽ ഇളക്കി മാറ്റുന്നതിൻ്റെ വാർത്താമൂല്യമുണ്ട്. ആ വാർത്താമൂല്യം എന്നത് ഇടതുപക്ഷത്തിനെതിരെ പ്രയോഗിക്കാവുന്ന ഒരു ആയുധമാണ്. അങ്ങനെ പ്രയോഗിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്നുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി അപ്രകാരം പ്രതികരിച്ചത്. അല്ലാതെ അനധികൃത കയ്യേറ്റങ്ങൾ സാധൂകരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കുരിശിൻ്റെ മറവിൽ അനധികൃത കയ്യേറ്റങ്ങൾ തുടരട്ടെ എന്നുള്ള നിലപാടല്ല മുഖ്യമന്ത്രി പ്രകടിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വൈകാരികമായി പ്രതികരിക്കുന്ന വിശ്വാസികൾ പ്രേരിപ്പിക്കരുത് എന്ന് പറയുന്നവർ തന്നെ വാസ്തവത്തിൽ ശ്രമിക്കുന്നത് അതിനുവേണ്ടി തന്നെയാണ്. ശ്രീ ഷുക്കൂറും, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഈ സെബാസ്റ്റ്യൻ പോൾ അവസാനം പറഞ്ഞ കാര്യത്തിന് മറുപടി പറയാൻ എനിക്കൊരു സമയം തരണം. അതിനു മുൻപ് ഇവിടെ മതസംഘടനകൾ മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി ഇത്തരം നിലപാടുകൾ എടുക്കാൻ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് വന്നേ മതിയാവും. നമുക്കിന്ന് എന്താ കാണാൻ കഴിയുന്നത്? നബിദിന ഘോഷയാത്ര മാത്രമല്ല, അല്ലെങ്കിൽ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് തരത്തിലുള്ള ആരാധനയുടെ ഭാഗമായിട്ടുള്ള ആഘോഷ പരിപാടികൾ മാത്രമല്ല റോഡിൽ നടക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധത്തിൻ്റെ പേരിൽ എവിടെ ഏത് പ്രശ്നമുണ്ടായാലും ദേശീയപാത തടയാൻ ഉടനെ ആളുകൾ ഇറങ്ങുകയാണ്. ഇതിന് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നേതൃത്വം കൊടുക്കുന്നു എന്നുള്ള സത്യമാണ്. ഞാൻ ഉൾപ്പെടെ പ്രതിദാനം ചെയ്യുന്ന സംഘടനകളുടെ അതിൻ്റെ കുറച്ചിലുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ കുറവായിരിക്കാം, ചിലത് കൂടുതലായിരിക്കാം. എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ഇത് അവസാനിപ്പിക്കേണ്ട ഒരു ഘട്ടം തന്നെയാണിത്. അതിന് സുപ്രീം കോടതി കൊണ്ടുവന്നിരിക്കുന്ന ഈ വിധി നമുക്ക് ഉപകരിക്കും. ഏറ്റവും ഒടുവിൽ ശ്രീ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയാണ്. സത്യത്തിൽ മുഖ്യമന്ത്രി ചില രാഷ്ട്രീയ താല്പര്യം വെച്ചുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഒരു 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 പ്രസംഗം അദ്ദേഹം നടത്തിയത്. അതിൻ്റെ അനന്തരഫലം എന്താ? ഇന്നെന്താ കേരളത്തിൻ്റെ മറ്റൊരു മന്ത്രി പറഞ്ഞിരിക്കുന്നത്, എം മണി പറഞ്ഞിരിക്കുന്നത് എന്താ? ബാബറി മസ്ജിദ് പൊളിച്ചതുപോലെയാണ് കുരിശ് പൊളിച്ചത് എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ലേ? ഇത് ശരിയാണോ? അപ്പം ഞാൻ രാഷ്ട്രീയം പറയുകയാണ് എന്ന് കരുതരുത്, ഇതിനെ കൂടെ കാണണം. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം വേറൊന്നുണ്ട്. അത് പാർട്ടികൾ തമ്മിലുള്ള ഒരു മുന്നണി സംവിധാനത്തിലെ പ്രശ്നങ്ങളുടെ ഭാഗമാണ്. അതിനെയും ഇതിനെയും കൂടെ കൂട്ടിക്കുഴച്ച് ആകെ കുഴപ്പമുണ്ടാക്കിയത് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി അത് തിരുത്തിയാൽ മതി, ഈ പ്രശ്നങ്ങളെല്ലാം തീരും. അതിനു പകരം അദ്ദേഹം എന്താ വീണ്ടും എടുത്തിരിക്കുന്നത്? സർവകക്ഷി യോഗം വിളിച്ചു കൂട്ടി ഇത്തരത്തിലേക്ക് നടപടി. ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. സർവകക്ഷികളുടെ എന്താ എല്ലാ കക്ഷികളും ഇതിനകത്ത് പക്ഷം പിടിച്ചു നിൽക്കുകയാണോ? കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കപ്പെടണം. അതിനു വേണ്ടിയുള്ള ഇച്ഛാശക്തി ഗവൺമെൻറ് കാണിക്കണം.
റവന്യൂ വകുപ്പ് മന്ത്രി അത് കാണിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നു. അത്തരമൊരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അതിനോട് സഹകരിക്കണം. അതല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അത് പറയാതെ വയ്യ. ക്ഷമിക്കണം, സെബാസ്റ്റ്യൻ പോൾ അത്തരം കാര്യം സൂചിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വിഷയത്തിൻ്റെ കൂടെ ഇതുകൂടെ കൂട്ടിച്ചേർത്തത്. റൈറ്റ്. ചെറുകിട കയ്യേറ്റങ്ങളായി മാറുന്ന കേരളത്തിലെ എല്ലാ മതസ്ഥാപനങ്ങളും നീക്കം ചെയ്യപ്പെടേണ്ടതാണെന്ന് ഈ ചർച്ചയിലെ പൊതുവികാരത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ ചർച്ച ഞാൻ അവസാനിപ്പിക്കുന്നത്. അതേസമയം തന്നെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, താങ്കൾ പറഞ്ഞതുപോലെ കേരളത്തിലെ മത സൗഹാർദ്ദത്തെയോ ആ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മത വികാരത്തെയോ വ്രണപ്പെടുത്താൻ തരത്തിൽ ഇതുവരെ കേരളത്തിലെ മാധ്യമങ്ങൾ പെരുമാറിയിട്ടില്ല എന്ന ചരിത്രം എന്നേക്കാൾ നന്നായി താങ്കൾക്കറിയാം. ദയവായി അത്തരത്തിലുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകില്ല എന്നും അതിൽ തിരുത്തൽ വേണമെങ്കിൽ താങ്കൾ വരുത്തുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദി സ്വാമി സന്ദീപാനന്ദഗിരി, ഫാദർ പോൾ തേലക്കാട്, ശ്രീ എ ഷിക്കൂർ, ശ്രീ സെബാസ്റ്റ്യൻ പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ശ്രീ അഷ്റഫ് കടക്കലിനും. ഇന്നത്തെ സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി MAT മൂസ കാണാം. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്.